അബൂ മൂസ അശ്അരി തങ്ങൾ ചോദിച്ചു നബി തങ്ങളോട്, യാ റസൂലല്ലാഹ്, അയ്യുൽ മുസ്ലിമീന അഫ്ളലു, ഏത് മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യൻ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എല്ലാ മനുഷ്യരും ചില റിവാത്തുകൾ മൻ സലിമന്നാസ്, ഏത് മനുഷ്യനാണ് നല്ലവൻ? മറ്റുള്ള എല്ലാ മനുഷ്യരും അവൻ്റെ നാവിനെ തൊട്ടും കയ്യിനെ തൊട്ടും രക്ഷപ്പെടലാണ്. മനുഷ്യനൊക്കെ ഒരു ആബിദ. ആരാ ഏറ്റവും നല്ല ആള്? പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാത്ത ആൾ. അങ്ങനൊന്നല്ല, പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാത്ത ആളെന്നല്ല. അത് ഏറ്റവും നല്ല ആളാണ്. 24 മണിക്കൂർ ദിക്ർ ചൊല്ലി നടക്കുന്ന ആൾ എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ലോകത്തുള്ള എല്ലാ മനുഷ്യരും, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, അവൻ്റെ നാവിനെ തൊട്ട് രക്ഷപ്പെടണം, അവൻ്റെ കയ്യിനെ തൊട്ട് രക്ഷപ്പെടണം. ഈ പാവപ്പെട്ട നമ്മൾ ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ നാവ് കൊണ്ട് വേദനിച്ചു പോകരുത്, നമ്മുടെ നാവ് കാരണം കൊണ്ട് കരഞ്ഞു പോകരുത്, നമ്മുടെ നാവ് കാരണത്താൽ പടച്ചവനെ എന്ന് നിലവിളിക്കേണ്ട അവസ്ഥ വരരുത്. നമ്മുടെ കൈ കൊണ്ടൊരു മനുഷ്യൻ കരയേണ്ടി വരരുത്. നഊദു ബില്ലാഹ്. നമ്മുടെ കൈ കൊണ്ടെങ്ങാനും ഒരു മനുഷ്യൻ കരയേണ്ടി വന്നാൽ, അഥവാ നമ്മുടെ കൈ കൊണ്ട് ഒരാളെ ആക്രമിക്കുന്നു, ഒരാളെ കൊന്നുകളയുന്നു, ഒരാളെ വേദനിപ്പിക്കുന്നു, ഒരാളെ അടിച്ചു പോകുന്നു, പാവപ്പെട്ട മനുഷ്യനെ, ആ മനുഷ്യനെ അടിക്കുന്നത് കണ്ടിട്ട് പിഞ്ച് പൈതലുകളാണ് കരയുന്നത്, മക്കളാണ് കരയുന്നത്. സ്വന്തം ഭാര്യയും മക്കളും ഭർത്താവിനെ അടിച്ചു വീഴ്ത്തുന്നത് കണ്ട് വേദനിച്ച് പുളകി മറയുന്ന, കണ്ണീരെടുക്കുന്ന അവസ്ഥ വന്നാൽ, ദുനിയാവിൽ അവന് 10 ഇരട്ടി അനുഭവിച്ച ഈ ഭൂമി ലോകത്ത് മുസ്ലിമീങ്ങളെ 10 ഇരട്ടി അനുഭവിച്ചിട്ടേ അല്ലാഹു അവനെ മരിപ്പിക്കുകയുള്ളൂ. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എവിടെ ആക്രമിച്ചോ, എവിടെ കളവ് നടത്തിയോ, എന്ത് സംഭവിച്ചാലും അല്ലാഹു അവനെ പൊരിച്ചിട്ടേ മരിപ്പിക്കൂ. അത് വിജയിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ നിലക്കും അല്ലാഹു തആല അത് പൊരിക്കും, അത് പ്രത്യക്ഷപ്പെടുത്തും ചെയ്യും. നീട്ടിവെക്കും, ചില പുറപ്പ് നീട്ടിവെക്കും. പക്ഷേ അല്ലാഹു പിടികൂടാതെ അവരെ മരിപ്പിക്കൂല. എവിടെ നോക്ക് നിങ്ങൾ, പാരമ്പര്യമാണത്. അല്ലാഹു തആല അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ അതിൻ്റെ ആ രൂപത്തിലാണ് പടച്ചു വെച്ചിട്ടുമുള്ളത്. ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുന്നു, അല്ലയോ സ്വഹാബികളെ, എത്ര സൂക്ഷിക്കേണ്ടുന്ന, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന ഒന്ന് അത് നിങ്ങളുടെ നാവ് തന്നെയാകുന്നു. സ്വർഗത്തിൽ പ്രവേശിക്കാനും ദുനിയാവിൽ സന്തോഷിക്കാനും അത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന ഒന്ന് അത് നമ്മുടെ നാവ് തന്നെയാകുന്നു എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വഖദ് യുർജാ ലിജുർഹിസ് സൈഫി ബുർഉൻ വലാ ബുർഉൻ ലിമാ ജറഹൽ ലിസാനു ജറഹത്തുൽ സിനാനി ലഹൽ തിആമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. മഹാന്മാർ പഠിപ്പിക്കുന്നു, മുസ്ലിം ഉമ്മത്ത് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഉമ്മപെങ്ങന്മാർ, അവർ ചിന്തിക്കാൻ വേണ്ടി മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലയോ സഹോദരീ, വഖദ് യുർജാ ലിജുർഹിസ് സൈഫി ബുർഊൻ. വാളുകൊണ്ട് ഏറ്റുപോയ വെട്ടുകൾ അത് സുഖപ്പെട്ടേക്കാം. കാലിൽ വെട്ടിക്കഴിഞ്ഞാൽ, കൈകൾ വെട്ടിമുറിച്ചാൽ ചിലപ്പോൾ അത് ഉണങ്ങിയേക്കാം. വലാ ബുർഉൻ ലിമാ ജറഹൽ ലിസാനു. നാവ് കൊണ്ട് മുറിവേറ്റത് ഉണക്കാൻ മുസ്ലിമീങ്ങളെ പ്രയാസമാകുന്നു. ഒരാളെ, ഒരു ഉമ്മയെ വിടക്കൊരു പദം പ്രയോഗിച്ചു പോയാൽ, പൊന്നുപ്പയെ പറഞ്ഞു പോയാൽ ആ മുറിവ് ഉണക്കാൻ പ്രയാസമാണ്. വിശാലമായ മനസ്സില്ലാതെ അത് ഉണക്കാൻ സാധിക്കുകയില്ല. വല്ലാത്തൊരു വിഷയമാണ്.
അതുകൊണ്ട് എത്ര ആയുധങ്ങളുടെ എത്ര അമ്പുകളുടെ മുറിവുകളാണ് കൂടിക്കൂടി പോയതും ഉണങ്ങിപ്പോയതും കൂടിപ്പോകുന്നതും. നാവുകൊണ്ട് സംഭവിച്ച മുറിവുകൾ ഉണങ്ങാതെ കിടക്കുന്ന കുടുംബങ്ങളെ കാണുന്നില്ലേ? എത്ര വർഷമായി ജ്യേഷ്ഠനും അനുജനും പിണങ്ങി നടക്കുന്നത്. അന്നവൻ എന്നെങ്ങനെ പറഞ്ഞില്ലേ, മനുഷ്യരാണ്, ഒന്നടച്ചുകൂട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ മുറിവ് ഉണങ്ങാതെ നടക്കുന്ന എത്രയോ കുടുംബങ്ങളെ കാണാം. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഒരാളെയും ഒരൊറ്റ മനുഷ്യനെ നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്. അതിലെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം അത് പരിഹസിക്കലാകും. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹിയും പഠിപ്പിച്ചു. പരിഹാസമാണ് ഖുർആനിൽ. അള്ളാഹു തആല തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ. മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം മുഅ്മിനീങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പരിഹാസ്യമുള്ള വാക്കുകളും പ്രവൃത്തികളൊക്കെ. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങളെ, നിങ്ങളിൽപ്പെട്ട ഒരാളും ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു പുരുഷനും മറ്റൊരു പുരുഷനെ പരിഹസിക്കരുതേ. ഒരു മനുഷ്യനും മറ്റൊരാളെ പരിഹസിക്കാൻ പോകരുതേ. വലാ നിസാഉം മിൻ നിസാഇ, ഒരൊറ്റ പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത്. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത്. അസാ അയ്യക്കും, ചിലപ്പോൾ എന്നല്ല, ചിലപ്പോൾ അവർ നിങ്ങളെക്കാൾ ഖൈറായവരായേക്കാം. നിങ്ങളെക്കാൾ ഏറ്റവും നല്ലവർ. നാം അവർ മോശമാണെന്ന് വിചാരിക്കുമ്പോൾ അവരായിരിക്കും എത്രയോ നല്ലവർ. അതുകൊണ്ട് ഒരൊറ്റ പെണ്ണിനെ, അവൾ ദീനുള്ളാത്തില്ലാത്തവളാണ്, അവൾ നിസ്കാരമില്ലാത്തവളാണ്, വെടക്ക് പിടിച്ചവളാണ്, മോശപ്പെട്ട നടക്കുന്നവളാണ്. എൻ്റെ പെങ്ങളെ, നിന്നെ നാവുകൊണ്ട് പറയരുതേ. ഒരൊറ്റ പെണ്ണിനെ കുറിച്ചും പറഞ്ഞു പോകരുത്. കാരണം നിന്നേക്കാളും എത്ര നല്ലവളായിരിക്കും ആ പെൺകുട്ടി. കാഴ്ചയിൽ വെടക്കാണെന്ന് തോന്നുമ്പോൾ ആ പെണ്ണിനെ കുറിച്ച് നീ പറയുന്നത് അത് ഹറാമാണല്ലോ, ഹറാമാകുന്നു. അതോടുകൂടെ നിന്നെക്കുറിച്ച് പറയാൻ ആയിരങ്ങളുണ്ടെന്ന് ഓർക്കേണ്ടതുമുണ്ട്. ഒരിക്കലും തന്നെ ഒരാളെയും പരിഹസിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അന്നഹാ നസലത്ത് ഫീ സഫിയ. സഫിയ ബീവിയുടെ കാര്യത്തിൽ ഈ ആയത്ത് ഇറങ്ങി. മറ്റു പല വിഷയങ്ങളുമുണ്ട്. സഫിയ ബീവിയെ കുറിച്ച് ചില സ്ത്രീകൾ പറഞ്ഞു യഹൂദിയത്തുൻ. ആദ്യകാലത്ത് യഹൂദിയായിരുന്നു. ആ പറഞ്ഞപ്പോൾ നഊദു ബില്ലാഹ്, നമ്മൾ പറയല്ല, അത് പുതുസ്ലാമിയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരൊറ്റ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. മാത്രമല്ല, അത് വളരെ മോശപ്പെട്ട തറവാട്ടേരാണ്. അവരെ തറവാട് വളരെ മോശമായിരുന്നു. നഊദു ബില്ലാഹ്. ഒരാളെ തറവാടിനെ കുറിച്ച് നമ്മൾ മോശമെന്ന് പറയരുത്. ഒരു മനുഷ്യൻ്റെ തറവാടിനെ കുറിച്ച് നമ്മൾ മോശമാക്കാൻ പാടില്ല. തറവാടിൻ്റെ മഹിമ പറയാൻ അയാ ഫാഖിറം ബിൻ നസ്ബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തീയമ്പനായരു വാശാരി മുഷാരി വമണ്ണാനു പാണനു വക്കൊയപ്പാനു ചട്ടിയും വനായാടി പറയരൂ. ഉമർ ഖാദി തങ്ങളെ പോലെയുള്ള മഹാന്മാർ പറഞ്ഞ ആരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അത് നല്ല തറവാട്ടേരാണ്. ആ തറവാട് മോശം. നഊദു ബില്ലാഹ്. തറവാടിന്റെ മഹിമ പറയാനുണ്ടോ? കുല്ലു ഹസബിൽ വനസബിൽ മുൻഖതിഉൽ യൗമൽ ഖിയാമ ഇല്ലാ
ഹസബി വനസബി. എല്ലാ തറവാടിന്റെ മഹിമയും മുറിഞ്ഞു പോകുന്നതാണ്. ആർക്കാണ് തറവാടിന്റെ മഹിമ പറയാനുള്ളത്? ആർക്കാണ് തറവാട്ടിന്റെ മഹിമ പറയാനുള്ളത്? ആർക്കാണ് പത്രാസ് പറയാനുള്ളത്? ഇല്ലാ ഹസബി വനസബി, എന്റെ മക്കൾക്കല്ലാതെ. റസൂലുള്ളാഹിന്റെ കുട്ടികളായ സാദാത്തുക്കൾ, ഈ ഇരിക്കുന്ന അഹ്ലുബൈത്തിൽപ്പെട്ട നബിത്തങ്ങളുടെ പൊന്നുമക്കൾ, അവർക്ക് പറയാം എൻ്റെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, 27ാമത്തെ ഉപ്പ, 28ാമത്തെ ഉപ്പ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി. നമുക്ക് പറയാൻ പറ്റുക 5ാമത്തെ ഉപ്പയുടെ പേര് എനിക്കറിയില്ല. എൻ്റെ 5ാമത്തെ ഉപ്പാൻ്റെ പേര് എനിക്കറിയില്ല, മറന്നുപോയിട്ടുണ്ട്. മുമ്പൊക്കെ ചോദിച്ച് 4ാമത്തെ ഉപ്പാൻ്റെ പേരൊക്കെ കിട്ടിയിരുന്നു, അങ്ങനെ വാപ്പ പറയുന്നത് കേട്ടു. പക്ഷെ പിന്നൊക്കെ മറന്നുപോയിട്ടുണ്ട്. 5ാമത്തെ ഉപ്പയുടെ പേര് നമുക്കറിയോ? അപ്പം നാടിന്തിക്ക 4ാമത്തെ ഉപ്പാൻ്റെ അറിയോ? നാടിസ്ഥാനം മനസ്സിപ്പാതാ 4ാമത്തെ ഉപ്പാൻ്റെ പേര് അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ 4ാമത്തെ ഉപ്പാൻ്റെ പേര്. എന്നാൽ ഇല്ലാ ഹസബി വനസബി, തറവാടിൻ്റെ മഹിമ ആർക്ക് പറയാൻ? ആർക്ക തറവാടിൻ്റെ മഹിമ പറയാനുള്ളത്? എൻ്റെ കുട്ടികൾക്കല്ലാതെ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തറവാടിൻ്റെ? വളരെ മോശമാണ് ആ തറവാടെന്നെ മോശമാണ്. എത്ര ആളുകളുടെ അറിയോ? നമ്മളെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ആ പറച്ചിലൊന്നും. അങ്ങനെ നമുക്ക് സ്വപ്നത്തിൽ വിചാരിച്ചാൽ നടക്കുക, നമുക്കാവുന്നില്ല. തറവാട് എല്ലാം കണക്കല്ലേ, ആർക്ക തറവാടിന് പറയാനുള്ളത്? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു മനുഷ്യനെയും നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു വലിയ ആശയം കാണാം. നഊദു ബില്ലാഹ്, ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെ കുറിച്ചും തരം താഴ്ത്തുന്ന, നിന്ദിക്കുന്ന, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഞാനിന്നിങ്ങനെ വായിക്കാം. ചിലപ്പോൾ തോന്നും നിങ്ങൾ അത് സലാമൂലിയരെങ്ങനെ മൂപ്പർ കുറച്ചാണ് പറയാന്ന്. അങ്ങനല്ല, ഞാനിങ്ങനെ വായിക്കാം. മഹാന്മാർ എഴുതി വെച്ചത് ഞാൻ എഴുതി കൊണ്ടുവന്ന് വായിക്കാം. അപ്പം ഞാനിങ്ങനെ വായിക്കുമ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ച് വായിക്കാം, നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കാം. നോക്കൂ, നിങ്ങൾ ദിക്റുക, ഒരു മനുഷ്യനെ കുറിച്ചും മനുഷ്യ ഗീബത്ത് പറയുക എന്നുള്ളത് നാവിൻ്റെ ഭവിഷ്യത്തിലെ ഏറ്റവും വലിയൊരു മുസീബത്തായി മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ കുറ്റും കുറവും കാണാ പറയാ. എന്താണ് ഗീബത്ത്? ദിക്റുക അഖാക ബിമാ യക്റഹു, ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത പറയാ. നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ ഞാൻ പറയുന്നത് ഉള്ളതാണല്ലോ, ഉള്ളതാണല്ലോ, ഉള്ളതാണ് എങ്കിലും പറയാൻ പാടില്ല കേട്ടോ. ദിക്റുക അഖാക ബിമാ യക്റഹു. എന്താ ചില ശുജായിമാരറിയാം, ഞാൻ ഇല്ലാത്തൊന്നല്ലല്ലോ, ഉള്ളതല്ലേ, ഉള്ളത് പറയാൻ പറ്റില്ല, ദീനത് പഠിപ്പിച്ചിട്ടില്ല. ദിക്റുക അഖാക ബിമാ യക്റഹു, ഒരു സഹോദരന് സഹോദരിക്ക് ഇഷ്ടമില്ലാത്തത് പറയാം. ഉള്ളത് പറഞ്ഞാലോ അതിനേക്കാൾ വലിയ ശിക്ഷയാണ്. അതിനെ കടുപ്പ് നമുക്കൊന്ന് വായിക്കാം. യഅലം, മഹാന്മാർ എഴുതി വെക്കുന്ന, അന്നൽ ഗീബത മിൻ അഖ്ബഹിൽ ഖബായിഹി, ഏറ്റവും ബെടക്ക് അത് മറ്റൊരുത്തനെ കുറിച്ച് കുറ്റം പറയലാണ്. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണെ കുറിച്ച് കുറ്റം പറയാം, വല്ലാത്തൊരു വിഷയമാണ്. ഉണ്ട്, ഓ അവളെ കുലുക്കം കണ്ടാൻ അത് അവൾക്ക് നമ്മളാ കൂട്ടത്തിലില്ല. പുരുഷന്മാർ പിന്നെ പെണ്ണിൻ്റെ കുലുക്കം നോക്കാനൊന്നും ഉണ്ടാവില്ല, അത് അവർ തമ്മിലല്ല പറയുന്നതാണ്. ഈ ഇരിക്കുന്ന ടീമിൽ കൂടുതലുണ്ട് താനും. കേട്ടോ, അവളെ കുലുക്കം, നടത്തം, കോല, ഓരോ ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒരു പെണ്ണിങ്ങനെ പോയാൽ മറ്റൊരു പെണ്ണിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഉറക്കു വരാത്ത കുറേ പെൺകുട്ടികളുണ്ട്. എത്ര ഉണ്ടെന്നറിയാം നിങ്ങൾ? അപ്പം അത് വല്ലാത്തൊരു വിഷയം. അന്നൽ ഗീബത മിൻ അഖ്ബഹിൽ ഖബായിഹി, ഏറ്റവും ബടക്കാൻ മഹാന്മാർ പറയും. പക്ഷേ അതിൽ അധികരിച്ചവരും ഈ വിഷയത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ധാരാളം വ്യാപിച്ചിട്ടുമുണ്ട്. ഏറ്റവും അക്ബഹാണെന്ന് പറഞ്ഞിട്ട് മഹാന്മാർ എഴുതി വെച്ചിരിക്കുന്നു. ധാരാളം മനുഷ്യരും അതിൽ നിന്ന് രക്ഷപ്പെടാത്തവരുമാകുന്നു. ഹത്താ ലാ യസ്ലമ മിൻഹാ ഇല്ലൽ ഖലീൽ, ഇല്ലൽ ഖലീൽ,
പുരുഷന്മാരാണ് എങ്കിലും സ്ത്രീകളാണ് എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ വളരെ കുറവാകുന്നു. ചില പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു, 1000 മനുഷ്യരിൽ 1 ഉണ്ടോ, 1000 സ്ത്രീകളിൽ 1 പെണ്ണുണ്ടോ, അത്രയും കുറവാണ്. മനുഷ്യന്മാർ കുറ്റും കുറവും നോക്കി നടക്കാത്ത ആളുകൾ അത്രയും കുറവാകുന്നു. അല്ലാഹു നമുക്കാക്കട്ടെ. വല്ലാത്തൊരു കടുപ്പുള്ള വാക്കുകൾ. എന്നിട്ട് പറയുന്നു, വഹുവ ദിക്റുക്കൽ ഇൻസാൻ ബിമാ യക്റഹു വലൗ ബിമാ ഫീഹി. അതെന്തൊക്കെയാണെന്ന് എണ്ണി 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 മഹാന്മാർ വിവരിക്കുന്നു. സവാഉൻ കാന ഫീ ദീനിഹി ഔ ബദനിഹി ഔ നഫ്സിഹി ഔ ഖൽഖിഹി ഔ ഖുലുഖിഹി ഔ മാലിഹി ഔ വലദിഹി ഔ വാലിദിഹി ഔ സൗജതിഹി ഔ ഖാദിമിഹി ഔ ഇമാമതിഹി ഔ സൗബിഹി ഔ മശിയതിഹി ഔ ഹറകതിഹി ഔ ബശാശതിഹി ഔ ഗൈരി ദാലിക മിമ്മാ യതഅല്ലഖു ബിഹി. 25ഓളം കാര്യങ്ങൾ നോക്കി. ഞാനത് വായിച്ചതേ മഹാന്മാർ എഴുതി വെച്ച റസൂലുള്ള അങ്ങനെ പറഞ്ഞ ഓരോന്നും ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് അങ്ങനെ എഴുതി വെക്കുകയാണ്. 25ഓളം കാര്യങ്ങൾ. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്തത് പറയാം. അത് ആ പെണ്ണ് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്, അല്ലെങ്കിൽ പുരുഷൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഇഷ്ടമില്ലാത്ത പറയാം. അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ. എന്തൊക്കെയാണത് മഹാന്മാർ വിവരിക്കുന്ന സവാഉൻ കാന ഫീ ദീനിഹി. അതവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഇല്ലേ, നിസ്കാരമില്ല, ഒന്നുമില്ലേ, വളരെ മോശം. ആ പദം മതി. ആരെക്കുറിച്ചപ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാലെന്താ, നമ്മുടെ ഹാല ആ സാധുപ്പം വളരെ മോശം എന്നിട്ട് അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പറയൂലേ, റമദാൻ വന്ന ചില കുട്ടികൾ പള്ളിയിലൊക്കെ നിറയും, നല്ല ചെറുപ്പക്കാരുണ്ടാവും പള്ളിയിലും എല്ലാത്തിനും. അപ്പം ചില എപ്പോഴും പള്ളിയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ചില ആളുകളുണ്ടല്ല, അവർ 100 ആളുകളെ ഏൽപ്പെട്ട് ഒന്ന് പറയും, ഓ നാളെപ്പം മഴ പെയ്യൂട്ടാ, നാളെപ്പം മഴ പെയ്യും. അല്ലെങ്കിലേ ചിലപ്പോൾ ഇങ്ങനെ മോനെ വടി വെച്ച അതിനടാ വടി വെച്ച. എത്ര ബെടക്ക് മനുഷ്യന്മാരറിയാം. നോക്കി നിങ്ങൾ പള്ളിയിലൊക്കെ നടക്കുന്ന ആളാണ്. ചില ആളുകളുണ്ട്, അല്ലോ ആചാര്യ മരിച്ചു എന്ന് കേട്ടാലേ അൽഹംദുലില്ലാ പറയുന്ന എത്ര മഹല്ലുണ്ട് അറിയാം. ആചാര്യ മരിച്ചു എന്ന് കേട്ടാൽ അൽഹംദുലില്ലാ ഞാൻ നാശം പള്ളിയിലുണ്ടാവില്ല എന്നാ. ഇനി പള്ളി മദ്രസ ഞാൻ കേട്ടതാണ്. ഒന്നും തകളാപ്പാറയ്ക്ക് ഇരുത്തിയിട്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ നേതൃത്വം ഉമറാക്കളാണ് അവിടുത്തെ. അത് ഞാൻ ഇരുത്തി പറയാ, ഞാൻ കേട്ടിട്ടുണ്ട്. അതിനും പല നാട്ടിലും ഇങ്ങനെ പോണല്ലേ. അപ്പോൾ കേൾക്കും ആളും മരിച്ചു, അൽഹംദുലില്ലാ നമ്മളെ പള്ളിയും രക്ഷപ്പെട്ടു, മദ്രസയും രക്ഷപ്പെട്ടു. എന്താന്നറിയാം നിങ്ങൾ? അപ്പം എന്താ മുസീബത്ത്? പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കൂല എന്നാ പള്ളിയിലുള്ള മുസീബത്ത് മുഴുവൻ അയാൾക്കുണ്ടായിരിക്കും. നാവടക്കി നോക്കി എത്ര ഉസ്താദുമാരുടെ കണ്ണുനീർ, എത്ര ഉസ്താദുമാരെ ഇറക്കി വിടുന്നു, എത്ര ഉസ്താദുമാർ കണ്ണീരോടുകൂടെ ഇറങ്ങുന്നു. അതൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ഇപ്പം നമ്മുടെ നാടുകളിങ്ങനെ ഒരു ചെറിയ പുതിയ യുഗം. അതുപോലെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റുണ്ടെങ്കിൽ ഹക്കുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുമില്ലേ, ഒരു കൊല്ലായി ഇനി പിന്നെ എന്തിനാ കുറച്ചെണ്ണം ഇറക്കി വിടുക തന്നെ. ഒന്നുമില്ല, അടക്കി പിരിച്ചുവിടുക, ഉസ്താദന്മാരൊക്കെ പിരിച്ചുവിടുക, അടക്കി പിരിച്ചുവിടുക. എന്താ വെച്ചാൽ ഒന്നുമില്ല, ഒരു മാറ്റം. അത് ചിലപ്പോൾ പുറത്ത് പറയുന്നതാവില്ല കേട്ടാ, ഉള്ളിൽ പണിയെടുക്കാത്ത ഉസ്താദന്മാരുണ്ടാവും. അധ്വാനിക്കാത്തവർ അവർ നോക്കൂല, പള്ളി നോക്കൂല, മദ്രസ നോക്കൂല, ലീവോട് ലീവ്, അവരങ്ങ് അടക്കിയേക്കാരാ. അപ്പം അത് കമ്മിറ്റിക്കാർ ശ്രദ്ധിച്ചേ പറ്റും, ഉത്തരവാദിത്തമാണത്. അതിന് പിന്നെ പിച്ചുമേ പണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ ഉണ്ടല്ല, വല്ലാത്തൊരു വിഷയമാണ്.